പത്തനംതിട്ട കല്ലറക്കടവിൽ അച്ചൻകോവിലാറ്റിൻ തീരത്താണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ കുളിക്കാനായി ഇറങ്ങിയ 2 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരുന്നു. വലിയ അപകടമുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഒരു തടയണയുണ്ട്. ആ തടയണയുടെ ഭാഗത്തേക്ക് സ്കൂൾ വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്ന ആളുകളുമൊക്കെ ഇറങ്ങുന്നത് പതിവാണ്. അങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ ആദ്യം ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെടുകയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ സഹപാഠിയും കൂടി ഈ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അങ്ങനെ 2 പേരും മരിച്ച ഒരു സാഹചര്യം ഈ ഭാഗത്തുണ്ടായി. നാട്ടുകാരൊരു പരാതിയായി പറഞ്ഞിരുന്നത് ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് അത് സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അത് വലിയ പരാതിക്കിടയാക്കിയിരുന്നു. ഇപ്പോൾ ഈ ആറ്റിൻ തീരത്ത്, നദിയുടെ തീരത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നഗരസഭാ കൗൺസിലർ എ സുരേഷ് കുമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും ഒപ്പം തന്നെ പ്രദേശവാസികളും ഒക്കെ എത്തിയാണ് ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിനായി അച്ചൻകോവിലാറിൻ തീരത്ത് ഈ കല്ലറക്കടവിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് വെള്ളമൊക്കെ സ്ഥിരം കയറുന്ന ഒരു സാഹചര്യത്തിൽ അത് നശിച്ചുപോയി എന്നാണ് ഇവിടെയുള്ള ജനപ്രതിനിധികളൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആഴവും ചുഴികളും ഉള്ളതിനാൽ നദിയിലേക്ക് ഇറങ്ങുന്നത് അപകടകരമാണ്. അത് 3 ഭാഷകളിലായി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഇങ്ങനെ 3 ഭാഷകളിലായി ഒരു മുന്നറിയിപ്പ് സംവിധാനം വയ്ക്കുകയാണ്. കല്ലറക്കടവിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ സ്ഥാപിക്കുന്നത്. നഗരസഭയാണ് ഇതെല്ലാ സ്ഥലങ്ങളിലും വെക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഒരു 7 വർഷം മുമ്പ് പത്തനംതിട്ട നഗരസഭയിലാണ് എല്ലാ കടവുകളിലും സ്ഥാപിച്ചു. ഈ കടവ് മാത്രമല്ല, ഇപ്പോൾ വ്യാഴിക്കടവുണ്ട്, തുണ്ടമൺകര കടവുണ്ട്, അഴൂർ കടവുണ്ട്, കുടുംബറയുണ്ട്, പിന്നെ വലഞ്ചുഴി തോണ്ടക്കടവുണ്ട്. അങ്ങനെ 7-8 കടവുകൾ ഈ നഗരസഭാ പ്രദേശത്തുണ്ട്. ഇവിടെ മാത്രമല്ല വെക്കേണ്ടത്, എല്ലായിടത്തും. അന്ന് എല്ലായിടത്തും വെച്ചതാണ്, ഇവിടെയും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു 4 ഇരട്ടി മുകളിലോട്ട് വെള്ളം കയറി ഇതെല്ലാം സൂചനാ ബോർഡിൽ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവിടുത്തെ സൂചനാ ബോർഡ് കൊണ്ട് മാത്രം കാര്യമില്ല, ജനങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ബോധവാന്മാരാകുകയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ധാരാളം സ്കൂൾ വിദ്യാർത്ഥികൾ വരുന്നുണ്ട്, മറ്റു പുറത്തുനിന്നുള്ള ആളുകളും വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഭാഗത്തെ ഒരു അപകടത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് പ്രദേശവാസികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പ്രദേശവാസികൾ ഇവിടെ ഈ കുട്ടികളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇരിക്കുന്ന നമ്മുടെ CP അദ്ദേഹം മാത്യു, അദ്ദേഹം ഇവിടെ തൊട്ടടുത്ത താമസക്കാരാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ വരുമ്പോൾ കുട്ടികളോട് പറയും ഇവിടെയൊക്കെ ഇറങ്ങരുത്, അപകടമാണ്. പക്ഷേ പലപ്പോഴും കുട്ടികൾ ഇത് ശ്രദ്ധിക്കാറില്ല. കാരണം അവരുടെ ഒരു ചൊറിയുറക്കും അവരുടെ ഒരു ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. ഇന്ന് സമീപവാസികൾ പലപ്പോഴും പറയാറുണ്ട് ഇവിടെ ഇറങ്ങരുത്, അപകടമാണെന്നൊക്കെ പറയാറുണ്ട്, പലരെയും പിന്തിരിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ തടയണ കെട്ടിയോടുകൂടി ഇവിടെ ചെറിയൊരു കയം പോലെ ആയിരിക്കുകയാണ്. നേരത്തെ ഈ നദിയിൽ ശാന്തമായി ആളുകൾ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരുന്ന നദിയാണ് അക്കരയിലോട്ട്. പക്ഷേ ഇപ്പോൾ ഈ തടയണ കെട്ടിയോടുകൂടി ഇവിടെ ഒരു വലിയ ഒരു ജലാശയമായി മാറിയിരിക്കുന്നു. അപ്പം നീന്തറിയാത്ത ആളുകൾ ഈ തടയണയിൽ കൂടി കയറിപ്പോയാൽ അവിടെ പായൽ പിടിച്ച് കിടക്കുകയാണ്. ആ കാല് വഴുതി വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വീഴും, പിന്നെ നീന്തി രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴും തടിയെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അടിഞ്ഞു കിടക്കുകയാണ്. കാലോ ഒക്കെ ഇതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പം നഗരസഭയിൽ ഇപ്പോൾ കൗൺസിലറോടുണ്ട്, കൗൺസിലർ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്, നഗരസഭ ചെയർമാൻ പറഞ്ഞിട്ടുമുണ്ട്, സെക്രട്ടറിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. താമസിയാതെ അവരെ നല്ല ബോർഡുകൾ വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കോൺക്രീറ്റ് ചെയ്ത്. അപ്പോൾ അതിനിടയ്ക്ക് അത്തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി തന്നെ മുൻകൈ എടുത്ത് താൽക്കാലികമായിട്ട് ഇത്തരത്തിൽ വെച്ചിരിക്കുന്നത്. കൗൺസിലർ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പോൾ നഗരസഭയും കൂടെ ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുമോ ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ? നഗരസഭയിലെ വിവരം നേരത്തെ നഗരസഭയ്ക്ക് അറിയാവുന്നതാ. ഇവിടെ നഗരസഭയിൽ നിന്നും ആൾക്കാർ വന്ന് ഇതെല്ലാം കണ്ടു കേട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഒരു ദിശാ ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഒലിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവച്ചു. അതിങ്ങനെ വീണ്ടും അത് നഷ്ടപ്പെട്ടു. ഈ ഒരു വലിയ മരം ഒടിഞ്ഞു വീണപ്പോഴാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതിവിടെ ഒരുപാട് ആൾക്കാർ അന്ന് ഇതുപോലെ ഈ ആറ്റി വന്ന് വീഴുന്നുണ്ട്. ഈ ഒരു തടയണ ഇവിടെ അത്യാവശ്യമാണ്. എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഈ പമ്പ് ഹൗസാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ തടയണ ആവശ്യമാണ്. എന്താന്ന് ചോദിച്ചാൽ ഇത്രയും പിന്നെ ആൾക്കാർക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ വെള്ളത്തിന്റെ ലഭ്യത കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയൊരു തടയണയാണ് അത്. ഇനി ഈ ഭാഗത്ത്, അതായത് കല്ലറക്കടവ് ഭാഗത്ത് അച്ചൻകോവിൽ നദിയിൽ മുങ്ങി മരണങ്ങൾ സംഭവിക്കരുത്, അത് തടയുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ കല്ലറക്കടവ് അച്ചൻകോവിലാറിൻ തീരത്ത് മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.